നിയമപ്രകാരം സെൻട്രലൈസ് ചെയ്തൊരു പോർട്ടലിൽ, ഉമീദ് പോർട്ടലിൽ മുമ്പ് നമ്മൾ രേഖയാണ്, ഒരു രജിസ്റ്റർ സൂക്ഷിക്കുകയാണ്. ആ രജിസ്റ്ററിലുള്ള മുഴുവൻ വസ്തുതകളും എവിടേക്ക് അപ്ലോഡ് ചെയ്യണം? ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായും നിയമത്തിൻ്റെ ഭാഗമായും ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യേണ്ട സാങ്കേതികമായൊരു കാര്യം മാത്രമാണ് ഈ ബോർഡ് ചെയ്തത്, അല്ലാതെ മറ്റൊരു കുറ്റം ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്ക്, അതിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന പോക്കിൽ ഇത് ചെയ്തു എന്നാണ്. നിരുത്തരവാദപരമായി ഇനിയും അദ്ദേഹം ഇതുപോലെ സംസാരിക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ വസ്തുതകൾ മാത്രമാണോ അപ്ലോഡ് ചെയ്തത്? ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 6/5/2026 മുതൽ 17/5/2026 വരെ ഇതുൾപ്പെടെ 386 വഖഫുകളെ ബോർഡ് നേരിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആ കൂട്ടത്തിൽ ചെയ്ത സ്വാഭാവികമായ നടപടിയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരുത്തരവാദപരമായി 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞ വീമ്പിളക്കൽ ഇപ്പോൾ ലഭ്യനാകാതിരിക്കാൻ അദ്ദേഹം വഖഫ് ബോർഡിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കരുത്. 2019 UDF പൊളിറ്റിക്കലി അപ്പോയിൻമെൻറ്റ് ചെയ്ത ആ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത ഈ സ്വത്തുവകകൾ അതേമാതിരി ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സാങ്കേതികമായൊരു കാര്യം മാത്രമേ, അത് നിയമപരമായി ഈ നിയമപ്രകാരം ചെയ്യേണ്ടതാണ്, അവിടെ ചെയ്തിട്ടുള്ളൂ. ആകയാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനോട് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനുള്ളത്, അങ്ങേക്കുള്ള സ്പേസ്, അങ്ങ് അവകാശപ്പെട്ട 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന സ്പേസ് അവിടെ തന്നെയുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. ശ്രീ വി.ഡി. സതീശൻ അവകാശപ്പെട്ടത് കേരളത്തിൻ്റെ മുമ്പിൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമാണ്. സാറേ, 10 മിനിറ്റ് കൊണ്ടോ 10 മണിക്കൂർ കൊണ്ടോ 10 ദിനം കൊണ്ടോ അങ്ങക്ക് പരിഹരിക്കുന്നതിന് അന്ന് താങ്കൾ ഈ പ്രസ്താവന നടത്തുമ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവും ഈ നിമിഷമില്ല. ഒരു മാറ്റവുമില്ല. അന്നും ഇത് വഖഫ് സ്വത്താണ്. 2019 UDFൻ്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്താണ്. ഇപ്പോഴും അതങ്ങനെയാണ്. അത് ഉമീദ് പോർട്ടലിലേക്ക് മാറ്റി എന്നുള്ളത് പുതിയ നിയമപ്രകാരമുള്ളൊരു പുതിയ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ സാങ്കേതികമായി മാറ്റി, അത്രയേ ഉള്ളൂ. അന്ന് അങ്ങ് എന്താണോ അവകാശവാദം ഉന്നയിച്ചത്, ആ അവകാശവാദത്തിൽ നിന്ന് മാറാനിടയുള്ള ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പറയാനുള്ളത്, ശ്രീ വി.ഡി. സതീശൻ ഒന്നുകിൽ ജനങ്ങളോട് പറയണം, ഞാനങ്ങ് ഒരു ആവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണങ്ങ് കുറ്റസമ്മതം നടത്തും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസ്സാര കാര്യമാണ് എന്നങ്ങ് കുറ്റസമ്മതം നടത്തും, പ്രശ്നമല്ല. വേറെ ആരുടെയും പെടലേക്ക് കൊണ്ടുവെക്കരുത്. ഇനി ഒരു കാര്യം വളരെ വ്യക്തമായി പറയാനുള്ളത്, വഖഫ് ബോർഡിൽ ഞാനിപ്പോൾ അങ്ങായത് ഒരു MP അങ്ങനെ വരണം എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഒരു MP എന്ന നിലയിൽ എന്നെ അതിലേക്ക് വെച്ചത്. തീർച്ചയായും വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയമോ വ്യത്യസ്ത സംഘടനകളുമായുള്ള ബന്ധമോ കാണും. പക്ഷേ വഖഫ് ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിനെ അങ്ങ് ആ റെസ്പെക്റ്റുള്ള കാണണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഞങ്ങളെല്ലാവരും അതിൽ പ്രവർത്തിക്കുമ്പോഴും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അതിനുള്ളിലെ CPIM എന്ന നിലയിൽ ശ്രീ വി.ഡി. സതീശനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ പാർട്ടി പോലല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ വളരെ റെസ്പോൺസിബിളായി ഇതാ പറയുന്നു. ആ വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കലി അപ്പോയിൻമെൻ്റ് എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോയേക്കരുത്. വളരെ റെസ്പോൺസിബിളായി പറയുന്നു, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അങ്ങയുടെ ഗവൺമെൻറ് എന്തു ശരിയായ നിലപാട് സ്വീകരിച്ചാലും ഈ പ്രശ്നം കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഹാർമണിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാട് തന്നെയായിരിക്കും ഞങ്ങളെടുക്കുക.